ബിന്നിയെയും ലക്ഷ്മിയെയും ആൾക്കാർ എടുത്ത് ദൂരെ കളയുമെന്ന് വീട്ടുകാർ. പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് നെവിനെ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം പറയാം. പിന്നെ ജയിൽ നോമിനേഷൻ നടന്നിരുന്നു. ആരാണ് ഈ ആഴ്ച ജയിലിലേക്ക് പോയത്? പിന്നെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാകും ഈ ആഴ്ച പുറത്തേക്ക് പോവുക അതും പറയാം. കൂടാതെ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. ആരൊക്കെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് പറയാം. ഡേ 69 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് രാവിലെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് തിങ്കളേ പൂത്തിങ്കളേ, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഹോട്ട്സ്റ്റാറിൻ്റെ ഫാൻസ് സോൺ ക്വസ്റ്റ്യൻ വരുന്നു. നിശ്ചിത സമയത്ത് ഒരു ദിവസം മുഴുവൻ വെസൽ കഴുകേണ്ടത് നെവിനാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നെവിൻ കഴുകാൻ പോകുന്നുണ്ട്. ആദ്യമൊക്കെ ദേഷ്യം കാണിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ പോയി കഴുകുന്നൊക്കെ ഉണ്ട്. ബസർ ടു ബസർ ആണെന്നും പറയുന്നു. പിന്നീടാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത്. ഇവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒത്തിരി പേർക്ക് ഫെയിം ഉണ്ടാകും. കുറേ പേരെ, സാധാരണക്കാരെ എല്ലാവരും ഓർത്തു വെക്കും. കുറേ പേരെ മറന്നു കളയും. പ്രേക്ഷകർ അങ്ങനെ നിങ്ങളെ ഇവിടെ വെച്ചിട്ടുള്ള ഇമ്പാക്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് ആരെ ആയിരിക്കും? അതുപോലെ തന്നെ ജനങ്ങൾ മറന്നു പോകുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് ആരെയാകും? കാരണം സഹിതം പറയുക എന്നുള്ളതാണ് മോർണിംഗ് ആക്ടിവിറ്റി. നല്ലൊരു മോർണിംഗ് ആക്ടിവിറ്റി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യം ഷാനവാസാണ് എന്ന് പറയുന്നത്. ഷാനവാസ് വന്നിട്ട് ആദ്യം അനീഷിനെയാണ് പറയുന്നത്. എല്ലാവരും ഓർത്ത് വയ്ക്കുമെന്നാണ് പറയുന്നത്. ഒരു കിടിലൻ ഗെയിമറാണെന്ന് പറയുന്നു. കാരണം എല്ലാവരും അനീഷിനെ ഓർത്ത് വയ്ക്കും. കാരണം അനീഷിനെ സുപ്രഭാതം എന്നുള്ള വാക്ക് ആരും മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അനീഷിനെ ഓർത്ത് വയ്ക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ തീരെ ഓർത്ത് വയ്ക്കില്ല എന്ന് പറയുന്നത് ലക്ഷ്മിയെയാണ്. അതായത് കാരണം ലക്ഷ്മി ഇവിടെ പ്രഹസനമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ മാത്രം, അതുപോലെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലക്ഷ്മി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്മി അങ്ങനെ ആരും ഓർത്ത് വയ്ക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു. അതുപോലെ തന്നെ അടുത്ത അക്ബറാണ് വരുന്നത്. അക്ബർ വന്നിട്ട് ഓർത്ത് വയ്ക്കുന്നത് നമ്മുടെ നെവിനാണെന്ന് പറയുന്നു. ആരും മറക്കാൻ ഇടയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഗെയിമറായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഇവിടെ ലക്ഷ്മിയെ ആരും ഓർക്കാൻ അങ്ങനെ സാധ്യതയില്ല എന്നും പറയുന്നു. കാരണം പുള്ളിക്കാരി പുഞ്ചിരി ദാനമായി കൊടുത്തിട്ട് നിൽക്കുന്ന ലക്ഷ്മിയെ ആരും ഇവിടെ ഓർക്കില്ല എന്നാണ് പറയുന്നത്. കാരണമായിട്ട് നമ്മുടെ അടുത്ത് നെവിൻ വരുന്നു. നെവിൻ വന്നിട്ട് അനുമോളെ എല്ലാവരും ഓർക്കും, ആരും തന്നെ മറക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ നൂറെ അങ്ങനെ ആരും ഓർത്ത് വയ്ക്കാൻ സാധ്യതയില്ല, മറക്കും എന്നാണ് പറയുന്നത്. കാരണമായിട്ട് പറയുന്നത് ചില സമയത്താണ് ആക്റ്റീവ്, ചില സമയത്ത് ആക്റ്റീവ് അല്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. പിന്നെ അനീഷ് വരുന്നു. അനീഷ് വന്നിട്ട് ആദിലയും നൂറയുടെയും പേരാണ് വരുന്നത്. എല്ലാവരും ഓർക്കും. സാധാരണക്കാരായി ഇവിടെ വന്ന് 2 ലെസ്ബിയൻസ് ജീവിക്കുന്നത് ഓർക്കും. കേരളീയർ എല്ലാവരും ഓർക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ ബിന്നി ആരും ഓർക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 6 വർഷം കഴിയുമ്പോൾ അതൊക്കെ മറക്കും എന്നാണ് പറയുന്നത് ബിന്നിയെ കുറിച്ചിട്ട്. പിന്നെ ലക്ഷ്മിയാണ് വരുന്നത്. ലക്ഷ്മി വന്നിട്ട് നെവിനെ പറയുന്നു, എല്ലാവരും ഓർക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡയലോഗ്, ഇവിടെ വന്ന ഉദ്ദേശം, മൾട്ടി ടാലൻറ്റ്, കുക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നൂറ എല്ലാവരും മറക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. ഒന്നും ഇവിടെ പറയുന്നില്ല. ആദിലയുടെ ഷാഡോയാണ് നൂറ എന്ന് പറയുന്നു. പിന്നെ ആദിൽ വരുന്നു. ആദിൽ വന്നിട്ട് ഓർക്കാനുള്ള വ്യക്തിയായിട്ട് അനുയാണ് പറയുന്നത്. കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, ഫെമിലിയർ ആയ വ്യക്തിയാണ്. പിന്നെ കരച്ചിലാണ്, ഡ്രാമാറ്റിക് നാടകം എന്ന് പറയുന്നു. ലക്ഷ്മി അങ്ങനെ ഓർക്കത്തില്ല എന്നാണ് പറയുന്നത്. സംഗതികളൊന്നും ഏൽക്കുന്നതൊക്കെ കളിക്കുന്നില്ല എന്ന് പറയുന്നു. വന്നപ്പോഴുള്ള സ്റ്റാൻഡിലല്ല, ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മറക്കും എന്നാണ് പറയുന്നത്. പിന്നീട് നൂറ വരുന്നു. നൂറ വന്നിട്ട് സാബുവിനെ എല്ലാവരും ഓർക്കും എന്നാണ് പറയുന്നത്. അതായത് സാബുവിൻ്റെ വെറൈറ്റി ചിരി, സംസാരം, കോമഡി എല്ലാം അതുകൊണ്ട് എല്ലാവരും ഓർത്ത് വയ്ക്കും എന്നാണ് പറയുന്നത്. പിന്നെ ലക്ഷ്മി ആരും ഇവിടെ ഓർക്കില്ല, കാരണം ഒന്നും ചെയ്യുന്നില്ല, ഇമ്പാക്റ്റ് ഇല്ല, നെഗറ്റീവ് സൈഡ് മാത്രമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അടുത്ത് ബിന്നി വരുന്നു. ബിന്നി വന്നിട്ട് നെവിനെ എല്ലാവരും ഓർക്കും എന്നാണ് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ പുഞ്ചിരി, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഒക്കെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതിലെ ഇവിടെ എല്ലാവരും ഓർക്കാൻ സാധ്യതയില്ല, എല്ലാവരും മറക്കും എന്നാണ് പറയുന്നത്. അതായത് മനസ്സിൽ കൊണ്ടു നടന്ന് അനാവശ്യമായി ലക്ഷ്മിയെ പലപ്പോഴും അല്ലാതെയും തട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ
ആരും വരുന്നു. ആരും വന്നിട്ട് നമ്മുടെ നെവിനെ എല്ലാവരും ഓർക്കും എന്ന് പറയുന്നു. കാരണം എൻ്റർടൈൻമെൻറ്റ് ചാടിത്തുള്ളി നടക്കുന്ന ഒരാളാണെന്ന് പറയുന്നു. പിന്നെ സാബുവിനെ എല്ലാവരും മറക്കാനാണ് സാധ്യത. കാരണം ഒന്നുമില്ല, ഇവിടെ ഒരു ഇമ്പാക്റ്റും ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല എന്നും പറയുന്നു. അടുത്ത് സാബു വരുന്നു. സാബു വന്നിട്ട് ആരിനെയാണ് പറയുന്നത് എല്ലാവരും ഓർക്കും എന്ന് പറയുന്നു. കാരണം നോർത്ത് ഇന്ത്യൻ മലയാളിയായി ഇവിടെ വന്ന് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി എന്നാണ് പറയുന്നത്. പിന്നെ ടാസ്കിൽ നല്ല മികവ് ഗേൾസ് ഫാൻസൊക്കെ ഉണ്ടാകുമെന്ന് കാരണം പറയുന്നുണ്ട്. പിന്നെ ബിന്നി എല്ലാവരും മറക്കാനാണ് സാധ്യത. കാരണം ഇൻഫ്ലുവൻസറായിട്ട് ആകാൻ സാധ്യതയില്ല, സൈഡ് ക്യാരക്ടറായിട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. അതായത് ഒരു സൈഡിലോട്ടാണ് എല്ലാം ഗെയിം പോകുന്നതെന്നാണ് പറയുന്നത്. അടുത്ത് അനു വരുന്നു. അനു വന്നിട്ട് ഷാനവാസിനെ പറയുന്നു എല്ലാവരും ഓർക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ഇവിടെയുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ മാസ് ഡയലോഗൊക്കെ പറയും എന്നാണ് പറയുന്നത്. പിന്നെ ബിന്നി ആരും ഇവിടെ ഓർക്കില്ല എന്നാണ് പറയുന്നത്. സ്വന്തമായി ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി അങ്ങനെ കഴിയുന്നു. അതിനുശേഷം എല്ലാവരും കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രമാദമായ ജയിൽ നോമിനേഷൻ വരുന്നത്. അതായത് 11ാം വീക്കിലേക്കുള്ള ജയിൽ നോമിനേഷൻ ആണെന്ന് പറയുന്നു. എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു. ആദ്യം വരുന്നത് നമ്മുടെ അനീഷാണ് വരുന്നത്. അനീഷ് വന്നിട്ട് നമ്മുടെ ഷാനവാസിനെയാണ് പറയുന്നത്. പിന്നെ നെവിനെയും പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് വരുന്നു, അനീഷിനെയും ലക്ഷ്മിനെയും പറയുന്നു. നെവിൻ വരുന്നു, അനീഷിനെയും അനുവിനെയും പറയുന്നു. ലക്ഷ്മി വരുന്നു, ആദിലിനെയും അക്ബറിനെയും പറയുന്നു. ബിന്നി വരുന്നു, ബിന്നി വന്നിട്ട് അനീഷിനെയും ഷാനവാസിനെയാണ് പറയുന്നത്. അനു വരുന്നു, അനു വന്നിട്ട് നമ്മുടെ അക്ബറിനെയും ലക്ഷ്മിനെയും പറയുന്നു. നൂറ വരുന്നു, ലക്ഷ്മിനെയും ബിന്നിനെയും പറയുന്നു. ആരും വരുന്നു, ലക്ഷ്മിനെയും അനീഷിനെയും പറയുന്നു. നമ്മുടെ അക്ബർ വരുന്നു, അനീഷിനെയും ലക്ഷ്മിനെയും പറയുന്നു. സാബു വരുന്നു, ലക്ഷ്മിനെയും ഷാനവാസിനെയും പറയുന്നു. അതിനുശേഷം ആദില വരുന്നു, ലക്ഷ്മിനെയും ബിന്നിനെയും പറയുന്നു. ഇങ്ങനെയാണ് ജയിൽ നോമിനേഷൻ നടക്കുന്നത്. അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിയുമ്പോൾ വോട്ട് ബേസ് നോക്കുകയാണെങ്കിൽ അതായത് ഷാനവാസിന് 3 വോട്ട്, നെവിന് 1 വോട്ട്, അനുവിന് 1 വോട്ടാണ് കിട്ടുന്നത്. ആദിലയ്ക്ക് 1 വോട്ട്, അക്ബറിന് ബിന്നിക്ക് 2 വോട്ട് വീതമാണ് കിട്ടുന്നത്. അനീഷിന് 5 വോട്ടും ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ 7 വോട്ട് കിട്ടുന്നത്. അങ്ങനെ ലക്ഷ്മി അനീഷാണ് 11 അതായത് ഈ ആഴ്ചയിൽ ജയിലിലേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരെയും അങ്ങനെ ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജയിലിനകത്ത് ഇവർ സൊറ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ചയാണ് പിന്നീട് ലൈവിനകത്ത് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്മി അനീഷും പറഞ്ഞിരുന്ന കാര്യങ്ങൾ. പിന്നെ അവിടെ അതേസമയം അകത്ത് മത്സരാർത്ഥികളെല്ലാവരും ചിലർ കടക്കുന്നുണ്ട്, പിന്നെ ചിലർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചിലർ ലൂഡോ കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അതിനുശേഷമാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ നടത്തുന്നത്. 11ാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി നോമിനേഷനാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതായത് ഈ ആഴ്ചയിലെ പ്രകടനത്തെ ആസ്പദമാക്കി നിങ്ങൾ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നു. അങ്ങനെ അതായത് 2 പേർക്ക്, അതായത് ജയിലിൽ കിടക്കുന്ന അനീഷിനും ലക്ഷ്മിക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദിലയാണ് ആദ്യം വരുന്നത്. ആദില വന്നിട്ട് നൂറേനെയും അനുവിനെയാണ് പറയുന്നത്. ഗെയിം വൈസ് തന്നെയാണ് കാരണമായിട്ട് പറയുന്നത്. അടുത്ത അനു വരുന്നു, സാബുവിന് നൂറേനെയാണ് പറയുന്നത്. സാബു കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വരണം, അതുകൊണ്ട് ഇവിടെ അതായത് ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. പിന്നെ നൂറയുടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നൂറ കുറച്ചും കൂടി ആക്റ്റീവ് ആവണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നീട് ആര്യം വരുന്നു. ആര്യം വന്നിട്ട് നെവിനെയും സാബുവിനെയും പറയുന്നു. നെവിൻ വരുന്നു, സാബുവിനെയും ആരിനെയും പറയുന്നു. അക്ബർ വരുന്നു, ആരിനെയും സാബുവിനെയും പറയുന്നു. സാബു വരുന്നു, ആരിനെയും അനുവിനെയും പറയുന്നു. അതിനുശേഷം നമ്മുടെ നൂറ വരുന്നു, ആരിനെയും അനുവിനെയും പറയുന്നു. ബിന്നി വരുന്നു, നെവിനും സാബുവിനെയാണ് പറയുന്നത്. ഷാനവാസ് വരുന്നു, നൂറേനെയും സാബുവിനെയും പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ അങ്ങനെ കഴിയുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം വോട്ട് ബേസ് നോക്കുകയാണെങ്കിൽ നൂറയ്ക്ക് 3 വോട്ടും നമ്മുടെ അനുവിന് 3 വോട്ട്, സാബുവിന് 6 വോട്ട്, ആര്യന് 4 വോട്ട്, നെവിന് 2 വോട്ട്, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ 6 വോട്ടുള്ള സാബു ഡയറക്റ്റ് തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നു. പിന്നെ ഉള്ളത് നൂറയും അനുവാണ്, 3 വോട്ട് വീതമാണ്. അപ്പോൾ അവർ 2 പേര് തീരുമാനിച്ച് അതിലൊരാൾ ക്യാപ്റ്റൻസിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ അനുവാണ് ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത്. പിന്നെ 4 വോട്ടുള്ള ആരിനും ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ആഴ്ച 3 പേരാണ്, സാബു, ആര്യൻ, അനു, ഈ 3 പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ സാബുവിൻ്റെ അതായത് ക്യാപ്റ്റൻസി ആണെങ്കിൽ നല്ല രസകരമായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം പുള്ളിക്കാരൻ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകും. പിന്നെ നല്ല രീതിയിലും ബിഗ് ബോസ് വീട് നയിക്കാൻ കൽപ്പുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് സാബുവിനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ആരിനായാലും കുഴപ്പമില്ല, ആരിന് ഒരു വട്ടം ക്യാപ്റ്റനായ ഒരാളാണ്. അപ്പോൾ ആരിൻ്റെ ക്യാപ്റ്റൻസിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അനു നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്.
ഒരാളാണ്. അതായത് എന്ത് ഗെയിം വന്നാലും നല്ല 100% കളിക്കുന്ന ഒരാളാണ് അനു. അപ്പോൾ അനു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ 100% ബിഗ് ബോസ് വീടിനെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ 3 പേരെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത്. ഇനി നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടാണ് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നേരം വൈകിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരം വൈകിട്ടാണ് തുടങ്ങിയത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ എവിക്ഷൻ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് 2 പേരെ ഡേഞ്ചർ സോണിലേക്ക് വെച്ചേക്കാം. ഒന്ന് സാബു, ഒന്ന് ബിന്നി. ഈ 2 പേരെ നമുക്ക് ഡേഞ്ചർ സോണിലേക്ക് വെച്ചേക്കാം. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പുറത്തേക്ക് പോകുന്നത്. 2 പേര് പോകാൻ സാധ്യതയില്ല. കാരണം സിംഗിൾ എവിക്ഷൻ ആവാൻ സാധ്യത. സിംഗിൾ എവിക്ഷൻ ആണെന്ന് തന്നെ ആണ് അറിഞ്ഞത്. അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ചിലപ്പോൾ കഴിഞ്ഞ വീക്കിലെ പോലെ അപ്രതീക്ഷിതമായ എവിക്ഷൻ നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും എവിക്ഷൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയുമ്പോൾ ഞാൻ നിങ്ങൾ വന്നിട്ട് സൂചന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും എവിക്ഷൻ്റെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിയോട് കൂടി ഞാൻ നിങ്ങൾക്ക് എവിക്ഷൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് എന്ത് തിരക്കാണെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കും. അത് ജെന്യുവൻ ആയിട്ടുള്ള എവിക്ഷൻ അപ്ഡേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.